ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസിൻ്റെ പാർട്ടി ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ആ പാർട്ട് ലാസ്റ്റാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതാണ് ലാസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ രാവിലെ എന്ന് പറയുമ്പോൾ പൊലച്ചയ്ക്ക് നമ്മൾ ഏട്ടന് സർപ്രൈസൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മ വന്നിട്ട് നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങുമ്പം തന്നെ ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ പഞ്ചറായി. ബാക്കത്തെ ടയർ വന്നിട്ട് പഞ്ചറായി. അപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് വർക്ക്ഷോപ്പിൽ കാണിച്ച് നന്നാക്കാൻ നിന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതായാലും വേറെ അല്ലാതെ വഴി വെച്ച് തങ്ങൂല എന്നാണല്ലോ പറയല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങി. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ഒരു 7:30 ആ സമയത്തൊക്കെ ഇറങ്ങിയതായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഓട്ടം പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ അങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല. നേരെ ഇവിടെ തന്നെ 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂറെങ്കിലും ഇവിടെ ഞങ്ങൾ നിൽക്കാനുള്ള സാഹചര്യമായിരുന്നു. ഏതായാലും ആയി വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ നിന്നു. പക്ഷെ നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് മഴയൊക്കെ പെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. റെയിൻകോട്ടൊക്കെ എടുത്ത് സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു പേടി മോനെയും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ ഈ റോഡ്, അതായത് ഒറ്റപ്പാലം പോകുന്ന റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷ. എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും സീനറിയാണ്. ഭയങ്കര ഒരു കാട്ടിൻ്റെ ഉള്ളിൽ, വയനാടിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം പോകുന്ന ആ ഫീലിംഗ് കിട്ടും. നല്ലൊരു അടിപൊളി റോഡൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയ ശേഷം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഏട്ടന് ഇവിടുത്തെ ഏട്ടന്മാരുടെ വക വന്നിട്ട് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടന്മാരനെയൊക്കെ വിളിച്ചു. മക്കളെല്ലാവരും മിഠായിയുടെ മേളിലാണ് എല്ലാവർക്കും കണ്ണുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ മിഠായി എടുത്ത് കേക്ക് ഏട്ടനും കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ വന്നു, ഞാൻ വന്നു, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അജാട്ട് ഉണ്ടായിരുന്നു, വലിയേട്ടൻ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ ഉണ്ടായിരുന്നു. ശൈത്തേച്ചി മാത്രമല്ല, ചേച്ചി അവിടെ പ്രസവിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ചേച്ചിക്ക് ഇതിൽ കൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ കാശിക്ക് ഒരു വാശി. ഇതിൻ്റെ ഇടയിൽ കാശി ഇപ്പം നോക്കി വാതിൽ എന്ന് പറഞ്ഞ നല്ലൊരു ഒച്ചണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ച് പോയി. അപ്പോൾ ഏതായാലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറുമ്പും എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് അടിപൊളി തന്നെയാണ്. അത് ഒത്തൊരുമയായിട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണെന്നുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.